وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ബഖറയുടെ 54-ാമത്തെ ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഈ ആയത്തിൽ അള്ളാഹുവിന്റെ 3 പേരുകൾ നമ്മൾ കാണുകയുണ്ടായി. ഈ ആയത്തിന്റെ 2ാമത്തെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ അള്ളാഹുവിന്റെ ഒരു നാമമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ സൂറത്തുൽ ബഖറയുടെ 54-ാമത്തെ ആയത്തിൽ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? മൂസ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം, എന്റെ ജനങ്ങളെ, നിശ്ചയമായും നിങ്ങൾ പശുക്കുട്ടിയെ ഉണ്ടാക്കിയത് നിമിത്തം നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. ആകയാൽ ഫതൂബു ഇലാ ബാരിഇക്കും, ആകയാൽ നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ചവങ്കലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുവിൻ എന്നാണ്. അതായത് നിങ്ങൾ ബാരി ആയവനിലേക്ക് മടങ്ങണമെന്നാണ്. അള്ളാഹുവിന്റെ ഒരു നാമമാണ് സഹോദരങ്ങളെ അൽ ബാരി. എന്നിട്ടെന്താണ് അതിനുശേഷം ഈ ആയത്തിൽ പറയുന്നത്? അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തുവിൻ. ദാലിക്കും ഖൈറുൽ ലക്കും ഇൻദ ബാരിഇക്കും, അത് നിങ്ങളുടെ സ്രഷ്ടാവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ഗുണകരമാകുന്നു. ഇവിടെ ഈ ആയത്തിൽ വീണ്ടും അള്ളാഹുവിന്റെ അതേ നാമം അൽ ബാരി എന്ന നാമം ഇവിടെ വീണ്ടും വന്നിരിക്കുകയാണ്. പിന്നീട് ഈ ആയത്തിൽ പറയുന്നത്, എന്നിട്ട് അവൻ അള്ളാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു എന്നാണ്. ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, നിശ്ചയമായും അവൻ തന്നെയാണ് വളരെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമായിട്ടുള്ളവൻ എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ ഈ ആയത്തിൽ അള്ളാഹുവിന്റെ അത്തവ്വാബ് അതുപോലെ അർ-റഹീം എന്ന 2 നാമങ്ങൾ ഈ അവസാന ഭാഗങ്ങളിൽ വന്നിട്ടുള്ളതും നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ ഈ 2 നാമങ്ങളെ കുറിച്ചും ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അള്ളാഹുവിന്റെ അൽ ബാരി എന്ന നാമമാണ്. നിർമ്മാതാവ്, മുൻ മാതൃകയില്ലാതെ പടക്കുന്നവൻ എന്നൊക്കെയാണ് അൽ ബാരി എന്ന അള്ളാഹുവിന്റെ നാമം അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് സൃഷ്ടാവായ അള്ളാഹുവിനെ അൽ ബാരി എന്ന് വിളിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഇതര സൃഷ്ടികൾക്ക് അൽ ബരിയ എന്ന് പറയപ്പെടുന്നത്. ഇമാം ഷൗക്കാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അൽ ബാരി അൽ ഖാലിഖ് ആകുന്നു എന്ന, സൃഷ്ടാവാകുന്നു എന്നാണ്. മുൻ മാതൃകയില്ലാതെ പടക്കുന്നവൻ, പുതുതായി ഉണ്ടാക്കുന്നവൻ എന്നും പറയപ്പെട്ടിട്ടുണ്ട് എന്ന് ഇമാം ഷൗക്കാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ഖദീർ എന്ന അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിച്ചത് കാണാൻ കഴിയും. ഇമാം ഇബ്നുൽ അസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു തരികയാണ്, സൃഷ്ടികളെ മുൻ മാതൃകയില്ലാതെ പടച്ചവനത്രേ അൽ ബാരി. എന്നാൽ അൽ ബാരി എന്ന പദത്തിന് ഇതര സൃഷ്ടികളുമായി ഇല്ലാത്ത പ്രത്യേക ബന്ധം ജീവിവർഗവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ പദം ജീവിവർഗമല്ലാത്തവർക്ക് വിരളമായേ പ്രയോഗിക്കൂ. അതിനാൽ പറയപ്പെടും അള്ളാഹു ജീവജാലങ്ങളെ പടച്ചു, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു എന്ന് ഇമാം ഇബ്നുൽ ഹസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ജാമിഉൽ ഉസൂൽ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ഒരിക്കൽ അബൂ ജുഹൈഫ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഹൽ ഇൻദകും ശൈഉം മാ ലൈസ ഫിൽ ഖുർആൻ, ഖുർആനിൽ ഇല്ലാത്ത വല്ലതും നിങ്ങളുടെ പക്കലുണ്ടോ എന്ന് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് മഹാനായ അലി റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, لا والذي فلق خبأ وبرأ النسمة ما علمه إلا فعما يؤتيه الله رجلا في القرآن. ദാനം പുലർത്തുകയും ജീവനുള്ളവയെ പടക്കുകയും ചെയ്ത അള്ളാഹു ആണ് സത്യം. ഒരു മനുഷ്യന് അള്ളാഹു ഖുർആനിൽ നൽകുന്ന അറിവല്ലാതെ ഖുർആനിൽ ഇല്ലാത്ത യാതൊന്നും ഞാൻ അറിയുന്നില്ല എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു അസറിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നോക്കൂ സഹോദരങ്ങളെ, അലി റളിയല്ലാഹു അൻഹു
അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് വല്ലദീ ഫലഖൽ ഹബ്ബത വബറഅൻ നസമ, ധാന്യം പിളർത്തുകയും ജീവനുള്ളവയെ പടക്കുകയും ചെയ്തവൻ എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വിശേഷിപ്പിച്ചത്. ഇവിടെ ജീവനുള്ളവയെ പടച്ചതുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിച്ചപ്പോൾ ബറ എന്നാണ് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്. അതാണ് ഇബ്നുൽ അസീർ റഹിമഹുള്ള സൂചിപ്പിച്ചത്. ജീവിവർഗവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴാണ് അൽ ബാരി എന്ന പദം അല്ലെങ്കിൽ ആ നാമം സാധാരണയായി ഉപയോഗിക്കാറുള്ളത്. ഒരു മുൻമാതൃകയും ഇല്ലാതെ പടക്കുന്നവനാണ്, പുതുതായി ഉണ്ടാക്കുന്നവനാണ് അൽ ബാരിയായ അള്ളാഹു എന്ന് നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധ ഖുർആനിൽ ഇന്ന് നമ്മൾ പഠിക്കുന്ന സൂറത്തുൽ ബഖറയിലെ ഈ ആയത്തിലും അതുപോലെ തന്നെ സൂറത്തുൽ ഹശറിലെ 24-ാമത്തെ ആയത്തിലുമാണ് അള്ളാഹുവിന്റെ അൽ ബാരി എന്ന നാമം പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. സൂറത്തുൽ ഹശറിലെ 24-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന, സൃഷ്ടാവും നിർമ്മാതാവും രൂപം നൽകുന്നവനുമായ അള്ളാഹു അത്രേ അവൻ. അവന് ഏറ്റവും ഉത്തമമായ നാമങ്ങളുണ്ട്. യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവ അവന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നു എന്ന് സൂറത്തുൽ ഹശറിലെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, ഈ നാമങ്ങൾ, ഈ പേരുകൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു വസ്തുവെ മറ്റുള്ളവയിൽ നിന്ന് വേർതിരിച്ചറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സംജ്ഞകൾക്കാണ് സാധാരണയായി നാമങ്ങൾ, പേരുകൾ എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. അള്ളാഹുവിന്റെ നാമങ്ങൾ എന്ന് പറയുമ്പോൾ അള്ളാഹുവിലുള്ള പൂർണ്ണതയുടെ വിശേഷണങ്ങളോടുകൂടി അള്ളാഹുവിന്റെ സത്യയെ അറിയിക്കുന്നതെല്ലാം അള്ളാഹുവിന്റെ നാമങ്ങളാണ്. അള്ളാഹുവിന്റെ ഒരു നാമം അത് അസ്മാഉൽ ഹുസ്നയിൽ എണ്ണപ്പെടുവാൻ അതിന് 3 ഷർത്തുകളുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതിലൊന്നാമത്തെ ഷർത്ത് അത് ആ നാമങ്ങൾ പരിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ വന്നതായിരിക്കണം എന്നതാണ്. ഇനി രണ്ടാമത്തെ നിബന്ധന അത് ആ നാമം കൊണ്ട് അള്ളാഹുവിനോട് ദുആ ഇരക്കുന്നതായിരിക്കണം. ഏതുപോലെ നമ്മൾ അള്ളാഹുവോട് യാ റബ്ബ്, യാ റഹീം, യാ ബാരി എന്നൊക്കെ അള്ളാഹുവിനെ വിളിക്കുന്നത് പോലെ ആ നാമം കൊണ്ട് അള്ളാഹുവിനോട് ദുആ ഇരക്കുന്നതായിരിക്കണം അള്ളാഹുവിന്റെ നാമങ്ങൾ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഷർത്ത് അത് ആ നാമങ്ങൾ അതിന് ന്യൂനതയുടെ യാതൊരു അവസ്ഥയുമില്ലാത്ത വിധം എല്ലാ നിലക്കുമുള്ള പരിപൂർണത ഉൾക്കൊള്ളതായിരിക്കണമെന്നാണ്. ഈ 3 ഷർത്തുകളും പാലിക്കപ്പെട്ടത് മാത്രമാണ് സഹോദരങ്ങളെ അൽ അസ്മാഉൽ ഹുസ്ന അഥവാ അള്ളാഹുവിന്റെ ഏറ്റവും ഉത്തമമായ നാമങ്ങൾ. ഈ നാമങ്ങളിൽപ്പെട്ട അള്ളാഹുവിന്റെ ഉത്തമമായ ഒരു നാമമാണ് സഹോദരങ്ങളെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ ബഖറയിലെ 54-ാമത്തെ ആയത്തിൽ എടുത്തു പറഞ്ഞ അള്ളാഹുവിന്റെ അൽ ബാരി എന്ന നാമം. ഇനി ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞ വേറെയും കാര്യങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള വിഷയങ്ങൾ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.